അധിപൻ മലയാള സിനിമയുടെ അധിപനാരെ വീക്കെൻഡ് റീൽസ് പുറത്തുവിട്ട മമ്മൂട്ടിയുടെ പുതിയൊരു മേശപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. നമുക്ക് കണ്ടുനോക്കാം. തിരിച്ചുവരവുകൾ ഏറെ കണ്ട വർഷങ്ങളാണ് കടന്നുപോയത്. ബോക്സ് ഓഫീസിൽ 20 കോടി പോലും ബാലിക്കേറ മലയായിരുന്ന ആശുപത്രി തുടർച്ചയായി 2 വട്ടം 50 കോടി നേടിയെടുത്തിരിക്കുന്നു. വലിയ സ്റ്റാർ വാല്യൂ കിട്ടാതിരുന്ന ടോവിനോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പതിറ്റാണ്ടോളം എവിടെയും വലിയ മാർക്ക് സൃഷ്ടിക്കാതെ നീങ്ങി ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ പുണ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കരിയോഗ്രാഫ് ടോപ്പിലെത്തിച്ചിരിക്കുകയാണ്. ഇനിയുള്ള സിനിമകളും വിജയിച്ചു തുടങ്ങിയാൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താം. ഇനി മലയാള സിനിമയുടെ സാമ്രാട്ടായ മോഹൻലാലും ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ദിവിൻ പോളിയും തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. മോഹൻലാൽ അതിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. എമ്പുരാൻ എന്ന സിനിമ റിലീസാവുന്നതോടുകൂടി മോഹൻലാലും വിജയ ട്രാക്കിലേക്ക് തിരിച്ചെത്തും. പക്ഷേ ഞങ്ങൾ പറയാൻ പോകുന്നത് അവരെ കുറിച്ചൊന്നുമല്ല. അയാളിപ്പോൾ തിരിച്ചു വന്ന ഒരാളല്ല, തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന ഭൂതകാലത്തിന്റെ വിസ്മൃതിയുമല്ല. ഇന്നിന്റെ ലോകത്ത് അഭിനയമെന്ന നടനത്തിന്റെ പൂർണ്ണത ആവിഷ്കരിച്ച വ്യക്തിയാണത്. ഓരോ സിനിമകളിലും എന്തെങ്കിലും മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നയാൾ. ആളിപ്പടരുന്ന തീയിൽ അയാൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഇന്നുള്ള സിനിമാ പ്രേമികളെല്ലാം അയാളുടെ പേര് ഇന്നിന്റെ ഏറ്റവും മികച്ചതെന്ന ഉത്തരം നൽകും. പലരുടെയും സ്ക്രിപ്റ്റ് സെലക്ഷനും അഭിനയവും ഒക്കെ ഡിക്ലൈൻ ആകുന്ന ഈ 70കളിൽ പോലും അയാൾ തന്റെ കരിയർ പീക്ക് എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, അയാൾ തന്നെയാണത്. മലയാളികളുടെ ഇടനെഞ്ചിൽ ജീവിക്കുന്ന അഭിനയ കുലപതി. യൂത്തന്മാരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഫിലിമോഗ്രഫി കയ്യിലുള്ളവൻ. എക്സ്പെരിമെന്റ് ആയാലും ഇനി പക്ക എന്റർടൈൻമെന്റ് ആയാലും ഒരുപോലെ സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവരുന്നവൻ. യെസ്, ദ പാട്രിയാർക്ക് ഓഫ് മോളിവുഡ്, പ്രൈഡ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, പത്മശ്രീ മമ്മൂട്ടി. നമ്മളുടെ യങ് ആക്ടേഴ്സിന് തന്നെ പുള്ളിയൊരു വലിയ ഇൻസ്പിറേഷനാണ്. അതായത് ബാക്കിയുള്ള എല്ലാവരും എൻ്റെ ഇമേജ് ഇതാ വരും, എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ പറ്റില്ല, ഇതിനൊരു ത്രില്ലില്ല എന്നൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ എടുത്ത് വില കളയുന്നെടുത്ത് മമ്മൂക്കായ പോലെ ഒരാൾ ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈവൻ്റെ യങ് ആക്ടേഴ്സ് എനിക്ക് ലൈക്ക് പുള്ളി ഇത്രയും ലെജൻഡായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് കളിക്കുന്നു. അപ്പം ഞാനും ചെയ്യും, ഞാനും എക്സ്പെരിമെൻ്റ് ചെയ്യും എന്നൊരു സാധനം ഒരു ഇൻസ്പിറേഷനായിട്ട് ചെയ്യുന്നതുണ്ടല്ലോ മമ്മൂക്ക. Again, big salute. അതെ, ആ പറഞ്ഞത് തികച്ചും ശരിയാണ്. അദ്ദേഹം എത്രമാത്രം വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളാണ് ചെയ്തു വരുന്നത്. കാതൽ, നൻപകൾ നേരത്ത് മഴക്കം, അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തതയാർന്ന സിനിമകളാണ്. റോഷാക്ക്, അങ്ങനെ എത്ര സിനിമകൾ. അത് വരും തലമുറയ്ക്ക് ഒരു പാഠം തന്നെയാണ്. മമ്മൂട്ടിയുടെ കരിയർ തന്നെ നോക്കിയാൽ ഇത്രയും മികച്ചു നിൽക്കുന്ന, അതായത് വ്യത്യസ്തമായ സിനിമകളും അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിലെ മികച്ച കളക്ഷനും ഒരുപോലെയുള്ള സിനിമകളുള്ള ഒരു ടൈം ഫേസ് ഉണ്ടായിട്ടില്ല. 2018 ശേഷമാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഇങ്ങനെയൊരു ഫ്രെയിം ചേഞ്ച് വളരെ വിസിബിൾ ആയി കണ്ടത്. ഉണ്ട, എബ്രഹാമിന്റെ സന്തതികൾ, പുഴു, ഭീഷ്മ തുടങ്ങിയ സിനിമകൾ അതിനൊരു തുടക്കം കുറിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അയാളുടെ കരിയറിന്റെ പീക്ക് ദർശിച്ചത്. ആരും ചെയ്യാൻ മടിക്കുന്ന, തിയേറ്ററിൽ ഫ്ലോപ്പ് ആകാൻ 90% സാധ്യതയുള്ള റോഷാക്ക് പോലെയുള്ള ഒരു റിവഞ്ച് സ്റ്റോറി ചെയ്യാൻ അയാളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഭൂരിഭാഗം ഓഡിയൻസിനും വർക്കാകാൻ സാധ്യത കുറഞ്ഞ സിനിമ കളക്ട് ചെയ്തത് 50 കോടിയോളമാണ്. പിന്നീടും വന്നത് മികച്ച ആർട്ട് വാല്യൂ ഉള്ള സിനിമകൾ. LJPയുടെ ക്ലാസിക്കായി മാറിയ നൻപകൽ നേരത്ത് മയക്കം, ഒരു സാധാ പോലീസുകാരന്റെ അവസ്ഥയെ പൂർണ്ണമായി വരച്ചിട്ട കണ്ണൂർ സ്ക്വാഡ്, ഹോമോസെക്ഷൽ ക്യാരക്ടറിനെ മനോഹരമായി ആവിഷ്കരിച്ച ജിയോ ബേബി ജോണിന്റെ കാതൽ ദി കോർ, പിന്നെ അഭിനയത്തിന്റെ മൂർത്തിരൂപം നമ്മൾ കണ്ട ഭ്രമയുഗം പോലെയുള്ള ഒരു സിനിമ ഒരു സീനിയർ ആക്ടർ ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരല്പം സാഹസമാണ്. കാരണം ബോക്സ് ഓഫീസ് വെർഡിക്റ്റിൽ യാതൊരു രീതിയിലും പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. പോരാത്തതിന് ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും.
പക്ഷെ നമ്മൾ കണ്ടതോ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ. അതിനുശേഷം മികച്ച രീതിയിൽ ഫൈറ്റും കോമഡിയും കൈകാര്യം ചെയ്ത ടർബോയും ഇപ്പോൾ മികച്ച ലൈറ്റഡ് ആവിഷ്കാരം കൊണ്ട് മികച്ചതാക്കിയ GVMന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ആരാധകർക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു. ഇനി മുന്നോട്ട് നോക്കിയാൽ മികച്ച ലൈനപ്പുകൾ തന്നെ. എക്സ്ട്രീം സ്റ്റൈൽ കൊണ്ട് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ബസൂക്ക, മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന ഒപ്പം മോഹൻലാലും ഒന്നിക്കുന്ന മമ്മൂട്ടി പടം. അതെ, ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതും അതിമനോഹരം. യെസ്, വി ആർ യെറ്റ് ടു വിറ്റ്നസ് ദി മാസ്റ്റർ ക്ലാസ്. അയാളുടെ ഇന്നത്തെ അഭിനയത്തിൽ ചോദ്യം ചെയ്യുന്നവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാത്തരം ഓഡിയൻസിനെയും അയാൾ ഇന്ന് കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് സോൺ അല്ലാത്ത ആക്ഷൻ എന്റർടൈൻമെന്റ് കൊണ്ട് പോലും അയാൾ തിയേറ്ററിൽ ആള് വെച്ചു. ഇനി ക്രിട്ടിക് വാല്യൂ നോക്കുന്നവർക്ക് എണ്ണമറ്റ ചിത്രങ്ങളാണ് അയാൾ മുന്നിലേക്ക് വെച്ചുകൊടുത്തത്. ബ്രഹ്മയുഗത്തിലെ കൊടുവൻ പോറ്റി ഇന്ത്യൻ സിനിമയുടെ തന്നെ വിസ്മയമായി മാറി. മുറുക്കിച്ചു വെപ്പിച്ച ആ ചുണ്ടുകളും ഊന്നുപടിയും ആ മേൽമുണ്ടും പാതി നരച്ച മുടിയും താടിയും പേടിപ്പെടുത്തുന്ന അട്ടഹാസങ്ങളും ആ കഥാപാത്രത്തിലെ രാക്ഷസനെ കാണിച്ചു തന്നു. ഒപ്പം കണ്ണൂർ സ്ക്വാഡിലെ വളരെ മിനിമലായി പറഞ്ഞുപോയ പല ഡയലോഗുകളും ഒരു മാസ് അപ്പീലുള്ളതായി മാറിയെന്ന് നമ്മൾക്കറിയാമല്ലോ. എടുത്തു പറഞ്ഞു തുടങ്ങിയാൽ ഈ എടുത്തിറങ്ങിയ എല്ലാ സിനിമയും പറയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. ഇനി പല വിരോധികളും അയാളുടെ ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ച് സംശയം ഉന്നയിക്കുന്നു. ഇതുവരെ 100 കോടിയില്ലെന്ന് അടക്കം പറയുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്താൽ ടോട്ടൽ സിനിമകളുടെ കളക്ഷനിൽ ഏറ്റവും മുന്നിൽ നിങ്ങൾ പറയുന്ന, നിങ്ങൾ സംശയിക്കുന്ന അയാൾ തന്നെയാണ്. ബോക്സ് ഓഫീസ് പവർ ഇല്ലാത്ത അയാൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിന്റെ തലപ്പത്തെത്തുന്നത്? 100 കോടിയുമൊക്കെ ഒരുപാട് വട്ടം കയറിയ നിങ്ങളുടെ ബോക്സ് ഓഫീസ് കിങ്ങുകളെക്കാളെല്ലാം മുകളിൽ എന്തേ അയാൾ എത്തിപ്പെട്ടു? ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. അത് ബോക്സ് ഓഫീസിലായാലും കണ്ടന്റ് വാല്യൂവിലായാലും. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്താൽ അയാളുടെ എത്ര സിനിമകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്? കൂടിപ്പോയാൽ 1 or 2. ഇനി റോഷാക്കും ബ്രഹ്മയുഗവും പോലെയുള്ള സിനിമകളെ കൊണ്ട് 40 കോടിയും 50 കോടിയും അടുപ്പിക്കാൻ ഇന്ന് അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയാളെക്കാൾ മികച്ച ഫിൽമോഗ്രഫിയുള്ള ഒരാളെ കാണിച്ചു തരാനാകുമോ നിങ്ങൾക്ക്? ഇല്ല, സാധിക്കില്ല. കുരയ്ക്കുന്നവർ കുരച്ചുകൊണ്ടേയിരിക്കും. അവരെ കുരയ്ക്കാൻ വിടുക. അഭിനയത്തിലോ ഡയലോഗ് ഡെലിവറിയിലോ ബോക്സ് ഓഫീസിലോ ഒരിക്കൽ പോലും അയാൾ പിന്നിലല്ല എന്ന് മാത്രമല്ല, മറ്റെല്ലാവരെക്കാളും മുന്നിലുമാണ്. മമ്മൂക്ക, ഇത് നിങ്ങളുടെ സുവർണകാലമാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളുടെ ഈ കാലം ഞങ്ങൾ ഏറെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ അഭിനയം ഞങ്ങളെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലം ഈ അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഉറപ്പും. യെസ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ഗ്രേറ്റ്, ദ ആക്ടിംഗ് മാനിഫെസ്റ്റോ, മമ്മൂട്ടി. മമ്മൂട്ടിയുടെ നിറഞ്ഞാട്ടം ഇനിയും ബിഗ് സ്ക്രീനിൽ തെളിയും. ഒരുപാട് വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം കൊണ്ടുവരും, അത് നമുക്ക് ഉറപ്പാണ്. അതിന് കൂട്ടുനിൽക്കാൻ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഉണ്ടാകും. മലയാള സിനിമാ പ്രേക്ഷകർക്ക് മമ്മൂട്ടി കമ്പനിയിലും മമ്മൂട്ടിയിലുള്ള വിശ്വാസം അദ്ദേഹം കാക്കും. നമുക്ക് കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തതയാർന്ന അഭിനയത്തിനായി.